എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് കോഴിക്കോട് നിവാസികൾ പരിസരവാസികൾക്കൊക്കെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ശരിക്കും നമ്മളെ പുരാതനമായ പാളയം മാർക്കറ്റിനെ കല്ലുത്താക്കടവിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ബിൽഡിംഗ് സമുച്ചയ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുശേഷം മൾട്ടി ലെവൽ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ്. പിന്നെ ഹോൾസെയിൽ, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഉണ്ട്. അത് രണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ്. അപ്പം നമുക്ക് ഉദ്ഘാടന ചടങ്ങിൻ്റെ കുറച്ച് ക്ലിപ്പുകൾ കണ്ടതിന് ശേഷം ബിൽഡിംഗ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്ക് നേട്ടമുണ്ടായില്ല എന്നതാണ് പറയുന്നതെങ്കിൽ അതൊരു പക്ഷേ ശരിയായിരിക്കാം, ഒരുപക്ഷെ അല്ല, എല്ലാ അർത്ഥത്തിലും ശരിയായിരിക്കാം. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകളെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ്, ബഹുമാന്യരായ MLA മാർ, ജനപ്രതിനിധികളെ, വ്യാപാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കോഴിക്കോട് കോർപ്പറേഷൻ്റെ ന്യൂ പാളയം മാർക്കറ്റിൻ്റെ ഭാഗമായ മൾട്ടി ലെവൽ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പാളയം മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിശദമായി തന്നെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യം ഉദിക്കുന്നില്ല. കോഴിക്കോട് നഗരം അഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒരാധുനിക നഗരമെന്ന മുഖച്ഛായയിലേക്ക് കോഴിക്കോടിനെ എത്തിച്ചിട്ടുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി കോഴിക്കോടിന് ലഭിച്ചതും കോഴിക്കോട് അന്താരാഷ്ട്ര ഭൂപടത്തിൽ തന്നെ ഇടം നേടിയതും ഈ കാലയളവിലാണ്. ഇന്നലെയാണ് കോഴിക്കോട്ടെ ബീച്ചിൽ, വിഖ്യാതമായ ബീച്ചിൽ വെൻഡിങ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റിൻ്റെ ഉദ്ഘാടനം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ നടത്തിയത്. കോഴിക്കോട്ടെ രുചി വൈവിധ്യങ്ങളെല്ലാം ഇവിടത്തുകാർക്ക് മാത്രമല്ല, ഇവിടെ വന്നു പോകുന്നവർക്കും കൂടി അനുഭവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റ് കോഴിക്കോടിന്റെ നഗര ജീവിതത്തെ കൂടുതൽ ആകർഷകമാക്കുകയാണ്. വേദിയിലുള്ള മേയർ, ഡെപ്യൂട്ടി മേയർ, ചെയർമാൻമാർ, MLA മാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വേദിയിൽ സദസ്യമുള്ള ബഹുമാനിച്ചിട്ടുള്ള ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ്, ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി. കോഴിക്കോടിലെ വെജിറ്റബിൾ മാർക്കറ്റാണ് വിസ്തൃതമായ സ്ഥലത്തേക്ക് മാറി. ജനങ്ങൾക്ക്, കച്ചവടക്കാർക്കൊക്കെ ഒരുപോലെ ഗുണകരമാകുന്ന ഒന്നായി മാർക്കറ്റ് മാറുമെന്ന് വിശ്വസിക്കുന്നു. പാളയം മാർക്കറ്റ് പൊതുവെ സ്ഥലപരിമിതി പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്നത്. ദീർഘകാലമായുള്ള കോഴിക്കോട് കോർപ്പറേഷന്റെ പരിശ്രമം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കി. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, തുടക്കം കുറിച്ച സമയത്ത് കോർപ്പറേഷന്റെ മേയർ ആയിരുന്ന നമ്മുടെയൊക്കെ
വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കാൻ 1000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം ഇവിടെ പ്രത്യേകമായി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഡോക്ടർ ബീന ഫിലിപ്പിൻ്റെയും ഡെപ്യൂട്ടി മേയർ ശ്രീ CP മുസാഫർ അഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ നടത്തുന്നത്. ഞാൻ ഒരുപാട് പരിപാടികളിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വളരെ മാതൃകാപരം. ഇന്നലെ കോഴിക്കോട് ബീച്ചിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷ് ഉദ്ഘാടനം ചെയ്ത ബീച്ചിലെ പരിപാടികൾ വളരെ ശ്രദ്ധയാർജിച്ച പരിപാടികൾ. ഡിസൈനായിട്ടുള്ള കടകൾ അവിടെ ഒരുങ്ങിയിരിക്കുന്നു, പദ്ധതികൾ നടപ്പിലാക്കുന്നു. അങ്ങനെ മറ്റ് നഗരങ്ങൾക്ക് കൂടി മാതൃകയായി മാറുന്ന പ്രവർത്തനമാണ് കോഴിക്കോട് കോർപ്പറേഷൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കോർപ്പറേഷൻ്റെ ഭരണാധികാരികളെ പങ്കെടുക്കുക. നമ്മൾ പഴയ മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയപാലം ജംഗ്ഷൻ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഇത് നമ്മളെ മാങ്കാവ് എല്ലാം പോകുന്ന റോഡാണ്. ഇവിടെ നിങ്ങോട്ട് റൈറ്റ് ഇതാണ് കല്ലുത്താൻകടവ് എന്ന് പറയുന്ന സ്ഥലം. വളരെ പഴയ ഇവിടെ ചേരികളുണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പുതിയ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ കാണുന്ന അവിടേക്ക് മാറ്റിയത്. സ്റ്റെയർ കേസ് ഉണ്ട്. ഇപ്പോൾ വണ്ടികൾ ഡയറക്റ്റ് കയറുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങോട്ടേക്ക് തുടങ്ങാം. ജസ്റ്റ് ഒരു ഐഡിയ കാണിച്ചു തരാം ഞാൻ. ഉദ്ഘാടനത്തിൻ്റെ സെക്യൂരിറ്റി ബാരിക്കേഡുകളൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റെയർ കേസുകളുണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവാം, ഇത് സബ് സ്റ്റെയറിലേക്ക് കയറാം, പിന്നെ അപ്പുറത്ത് അതിൻ്റെ സൗകര്യങ്ങളുണ്ട്, അതേപോലുള്ള സൗകര്യങ്ങളുണ്ട്. അവിടേക്ക് പോകാം നമുക്ക്. ഒരുപാട് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും. ഒരു നല്ല പ്ലാനിങ്ങിൽ ചെയ്തൊരു മാർക്കറ്റ് തന്നെ. അത്യാധുനിക സൗകര്യങ്ങളുണ്ട്, കോൾഡ് സ്റ്റോറേജ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എന്ന് വെച്ചാൽ ഇത് താഴത്തെ ഫ്ലോർ മാത്രമാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സിന് ഉപയോഗിക്കുന്നത്. മുകളിലേക്ക് പോയിരുന്ന മറ്റു തരം കച്ചവടങ്ങൾക്കൊക്കെ കൊടുക്കുന്നത്. ഇവിടെ 156 മറ്റു കടകളാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇന്ന് പാളയം മാർക്കറ്റിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഈ കാണുന്നത്. പിന്നെ മുകളിലേക്ക് പോയാൽ മറ്റ് കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുകളിലത്തെ ബാക്കി ഫ്ലോർ. അത് ഏകദേശം 150+ ഷോറൂംസ് അവിടെ ഉണ്ടാവും. ഈ ഭാഗമാണ്, ഇതാണ് ഫസ്റ്റ് ഫ്ലോർ നമ്മളീ കാണുന്നത്. ഒരുപാട് ഏകദേശം 150ഓളം റൂമുകളുണ്ട് ഇവിടെ. ഫുൾ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ റൂമുകളാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലോറിങ്, നല്ല കാര്യങ്ങൾ. കുറച്ചുകൂടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്യാണ്ട് ഇവിടെ. കംപ്ലീറ്റ് ഷോറൂംസ് ആണ്. മറ്റ് കച്ചവടങ്ങൾ ഇവിടെ ഇവിടുത്തെ ഭാഗങ്ങളിൽ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. താഴെ മാത്രമാണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഉള്ളത്. ഗംഭീര സൗകര്യങ്ങളാണ്. ഇത് പാർക്കിംഗ് ലോഡ് വണ്ടികൾ പോകാനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ. ഇത് പിന്നെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യങ്ങളാണ്. ഗംഭീരമായിട്ട് നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഫെസിലിറ്റിയിലാണ് ശരിക്കും ഇവിടെ ടോയ്ലറ്റ് സൗകര്യം, ബാത്റൂം സൗകര്യം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
കല്ലുത്താങ്കടവിലേക്കുള്ള ന്യൂ പാളയം മാർക്കറ്റിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് ഉണ്ട് മിസ്റ്റർ ദീപക്. അപ്പോൾ അവർ നമ്മളോട് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ജസ്റ്റ് ഡീറ്റെയിൽ നമ്മളോട് പറയുന്നതാണ്. ദീപകിനെ പരിചയപ്പെടാം നമുക്ക്. സർ നമസ്കാരമുണ്ട്. ഇതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ, കാരണം ഈ കല്ലുത്താങ്കടവിലേക്ക് മാറിയതിന് ശേഷമുള്ള ഇതിനെക്കുറിച്ചുള്ള ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ മെയിൻ ആർക്കിടെക്റ്റാണ്, പിന്നെ ഇതിൻ്റെ മാനേജർ കൂടെയാണ്. ഹലോ, കമ്പനിയുടെ വൈസ് ചെയർമാനും കൂടെ കാഡ്കോൻ്റെ. ഓക്കെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലനേഷൻ തരാൻ പറ്റും? ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ തന്നെ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ശരിക്കും 2 റീഹാബിലിറ്റേഷൻ, ഡബിൾ റീഹാബിലിറ്റേഷൻ. അതായത് സ്ലമ്മിലുള്ള ആൾക്കാരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്തു. ആ കാണുന്ന പുറകിലുള്ള അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി അവരെ അങ്ങോട്ടേക്ക് മാറ്റി. അതൊരു നല്ല നിലയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്, 8 നിലകളിലായിട്ടുള്ള അവർക്ക് താമസ സൗകര്യം ഒരുക്കുകയും അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിച്ചു. ആ ഷിഫ്റ്റ് ചെയ്ത മെയിൻ ലാൻഡാണ് ഈ ഇപ്പോൾ കാണുന്ന ഈ മൾട്ടി ലെവൽ പാർക്കിംഗ് ബ്ലോക്ക് ഉണ്ടാക്കിയത്. ഇത് കൂടാതെ ഇതിൽ 3 സ്ഥലങ്ങളിലെ 6 ബ്ലോക്കുകൾ ഇപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നത്. ഇത് ഫസ്റ്റ് കാണുന്ന ഈ ബ്ലോക്ക് മൾട്ടി ലെവൽ മാർക്കറ്റ് ആണ്. ഇതിൻ്റെ താഴെ ഹോൾസെയിൽ ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റാണ് വരുന്നത്. മുകളിലത്തെ നിലകളിലായിട്ട് ഇതിൻ്റെ റീറ്റെയിൽ ഷോപ്പുകൾ വരും. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ എല്ലാ ഫ്ലോറുകളിലേക്കും വാഹനങ്ങൾ വരാനും അതിന് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ടെറസിൽ പാർക്കിങ്ങിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. അതിനുള്ള റാമ്പും അതിനുള്ള എല്ലാവിധ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്യും. കൂടാതെ മീൻചന്ത റോഡിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെ ഇതിലേക്ക് കയറി വരാൻ പറ്റും. അതിനുള്ള റാമ്പ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്തു. ഇത് കൂടാതെ ഉള്ളതാണ് ഈ ഹോൾസെയിൽ ബ്ലോക്കാണ്. ഇവിടെ കാണുന്ന ഈ 3 ബ്ലോക്കുകൾ, 2 സൈഡിൽ 5 ബ്ലോക്കുകൾ അതിൽ തന്നെ നമുക്ക് വരും. ഇതിനുള്ളിലേക്ക് ലോറിക്ക് നന്നായി വരുന്ന പോകാനുള്ള കംഫർട്ടബിളായിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. കൂടാതെ ഇതിൻ്റെ പുറകിൽ വരുന്ന ഒരു ബ്ലോക്കാണ് ഒരു ഓപ്പൺ മാർക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ഉള്ള ഓപ്പൺ മാർക്കറ്റ് വരുന്നത് ആ ഭാഗത്തേക്കാണ്. ഇതിന് പുറകിലുള്ള ഒരു സ്ട്രക്ചർ ടെൻസൈൽ റൂഫിൻ്റെ ഒരു വലിയൊരു ഓപ്പൺ സ്ട്രക്ചർ. അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മാർക്കറ്റിനുള്ളൊരു ഫെസിലിറ്റി നമ്മൾ കാലിക്കറ്റിലേക്ക് ഉണ്ടാക്കുക. അത് കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഈസ്റ്റ് സൈഡിൽ വരുന്ന എൻറ്റയർ സ്ട്രെച്ച് ഈ കനോളി കനാലിൻ്റെ സൈഡാണ്. അത് നമുക്ക് ഒരു 500 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. അതിലെന്താ നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചറിലത്തെ ഒരു ഇൻലാൻഡ് വാട്ടർ വേസിൻ്റെ ഭാഗമായി നാഷണൽ വാട്ടർ വേസ്, ട്രിവാൻഡ്രം ടു കാസർഗോഡ് കണക്ട് ചെയ്യുന്ന വാട്ടർ വേസ് പുതിയ പ്രൊജക്റ്റ് അത് വരുന്നതോട് കൂടിയിട്ട് ഇതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്ഥലമായി മാറി. കനോലി കനാലിന്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത് മുഴുവൻ. അതേപോലെ കാസർഗോഡ് തൊട്ടിട്ട് ട്രിവാൻഡ്രം വരെ ഇതേ സെയിം പ്രൊജക്ട്. അതെ, ഇത് കണക്ട് ചെയ്തുകൊണ്ട് പോവാം. പഴയ അബ്ദുൽ കലാമിന്റെ ഒരു കാലത്ത് സാർ ഒരു അവരുടെ പ്ലാനാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ വാട്ടർ വേസിലൂടെ കോസ്റ്റ് കുറവായിരിക്കും, പിന്നെ റോഡിലുള്ള ട്രാഫിക് കൺജഷൻ കുറയ്ക്കാൻ കഴിയുന്നൊരു പ്രോജക്റ്റാണ്. അത് നിലവിൽ വരുന്നത് കൊണ്ട് ഇതൊരു ബിസി വാട്ടർ വേസ് ആയി മാറും. അപ്പോൾ അതിൻ്റെ സൈഡിലും കൂടെയാണ് നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓപ്പൺനെസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എൻറ്റയർ ഏരിയ വിൽ ബി നമുക്ക് ഫുഡ് കോർട്ടും ആൾക്കാർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റിയും കൂടി ആക്കി മാറ്റിക്കൊണ്ട് നമ്മളതിനെ ചെയ്യാനുള്ളൊരു പ്രോഗ്രാം കൂടിയുണ്ട്. അങ്ങനെ കൂടി വരുമ്പോൾ ഇതൊരു മാർക്കറ്റിൽ ടോട്ടലി ഒരു നല്ല ഒരു കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്തൊരു മാർക്കറ്റിൽ ഒരു ഫെസിലിറ്റി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇനി പുതിയ നവംബറിൽ ഇത് ടോട്ടലി ഓപ്പൺ ആവുന്നത്. അതെ, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നമ്മളിപ്പം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി എല്ലാ ഷോപ്പ് ഓണേഴ്സ് ഇത് ഏറ്റെടുക്കുകയും അവർക്കൊക്കെ ഉള്ള അവരെ ഇൻറ്റീരിയർ ഫർണിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഈ നവംബർ എൻഡോട് കൂടിയിട്ട് നമ്മൾ അവരെയും കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു ദിവസം തീരുമാനിക്കും. അന്ന് എല്ലാവരും കൂടി മാറി മാർക്കറ്റ് പൂർണ്ണമായും ഡിസംബറോടുകൂടി. ഇപ്പം നിങ്ങൾ 35 വർഷത്തേക്ക് കാഡ്കോ ആണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലേ? ഇത് പ്രൈവറ്റ്, ഇത് രണ്ടും മേലെയും താഴെ ഫുള്ളായിട്ട് എൻ്റെ ഫെസിലിറ്റി നിങ്ങളാണ് മാനേജ് ചെയ്യുക. ഓക്കെ താങ്ക് യു ഫോർ ഇൻഫോർമേഷൻ. താങ്ക് യു സർ.
എന്തായാലും കോഴിക്കോട് വികസനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ശരിക്കും നമ്മളെ മെയിൻ പാളയം. പാളയം എല്ലാവർക്കും അറിയാം, കോഴിക്കോടും പരിസരങ്ങളിലും എല്ലാവർക്കും അറിയുന്നതാണ്, എത്ര ഫേമസ് ആണല്ലോ പുരാതനമായുള്ള പാളയം മാർക്കറ്റ്. ന്യൂ പാളയം മാർക്കറ്റ് എന്നുള്ളത് ഇവിടെ കല്ലുത്താങ്കടയിൽ മാറ്റിയതിൻ്റെ വിശദ വിവരങ്ങളാണ് ഞാൻ നിങ്ങൾ കാണിച്ചത്. എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു.